കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പാർട്ടി നേതാക്കന്മാരായിട്ട് ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഇന്നലെ അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി KPC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം രാഹുൽ ഒരു പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക. പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷനായതുകൊണ്ട് തന്നെയാണ് KPC പ്രസിഡന്റ് അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ച് വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനമെടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുണ്ട്, പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. പുറത്തു വന്ന ഓരോ പരാതികളും തെളിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ മാലിന്യമായിരുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ MLA സ്ഥാനത്ത് പോലും തുടരുന്നത് ശരിയാണോ? അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. അല്ല, അദ്ദേഹത്തിന് സ്വന്തം ലഭിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പദവി അല്ലല്ലോ MLA സ്ഥാനം, പാർട്ടി നൽകിയ പദവിയല്ല. അപ്പോൾ പാർട്ടിക്ക് തന്നെ അതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലേ? പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം? പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധി, ഇവർക്കൊന്നും ഇമാതിരി പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല. രാഹുലിനെ തിരിച്ചറിയാൻ പാർട്ടി വൈകിപ്പോയി. ഇപ്പം ആർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? AIക്ക് പോലും കഴിയുന്നില്ല, പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത്? ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല. ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല, പാർട്ടിയുടെ സൽപ്പേര്, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരമാണ്. ഇപ്പോൾ കിട്ടിയ പരാതി നിങ്ങൾ ഉടൻ തന്നെ DGPക്ക് കൈമാറി കേസെടുക്കാൻ പോകുന്നു. പക്ഷെ സമാനമായ സാഹചര്യങ്ങളിൽ CPMന് കിട്ടിയ പരാതികൾ അവർ പോലീസ് കൈമാറാതെ കമ്മീഷന് വയ്ക്കി അതിന്റെ തീവ്രത അളക്കുകയാണ് ചെയ്തത്. എന്താ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും.
പക്ഷെ സമാന പരാതികൾ കമ്മീഷനെ വിട്ട് അന്വേഷിപ്പിച്ച CPM പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ വലിയ കടുത്ത ഭാഷകളിൽ വിമർശനം ഉന്നയിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിമർശനം ഞങ്ങൾ കണക്കിലെടുക്കുന്നേ ഇല്ല. കാരണം അവരുടെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ പരാതിയുണ്ട്. അത് അവരുടെ സംസ്കാരം. ഞങ്ങൾ അങ്ങനെയല്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതാ പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ ഈ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. കൃത്യമായി വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ. തീർച്ചയായും കടുത്ത ഒരു നടപടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പുറത്താക്കുമെന്നുള്ളൊരു സൂചന അത് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആ ബ്രഹ്മാസ്ത്രം എന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നത് പാർട്ടി ഇത്തരത്തിൽ മതിൽ ചാടാൻ പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. പുകഞ്ഞ കൊള്ളി പുറത്താണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്ക് പാർട്ടിക്ക് പുറത്തു പോകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കെ മുരളീധരൻ പറയുന്നുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാത്ത ആളുകൾ തീർച്ചയായും പാർട്ടിക്ക് പുറത്ത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാർട്ടി ജോലികളുള്ള ആൾക്കാർക്ക് സമയം കിട്ടാറില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും കടുത്തൊരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും KPCC പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യം അത് ആക്ഷനിലൂടെ പുറത്തുവരും എന്നാണിപ്പോൾ കെ മുരളീധരൻ പറയുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ഒരു സൂചനയാണ് ലഭിക്കുന്നത് എന്ന് അല്പസമയം മുമ്പ് വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ കെ മുരളീധരന്റെ പ്രതികരണം വരുമ്പോഴും നമുക്ക് അത് തന്നെയാണ് ഒരു പരിധിവരെ അനുമാനിക്കാൻ കഴിയുന്നത്. ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ ഇന്ന് തന്നെ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം കൂടി ഒരു പരാതി പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവകരമായി തന്നെ പാർട്ടി കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല KPCCക്ക് മാത്രമല്ല പരാതി നൽകിയത്, അത് ACCയിലേക്കും ഹൈക്കമാൻഡിലേക്കും ഒക്കെ പോയ സ്ഥിതിക്ക് അങ്ങനെ ഈ വിഷയത്തെ എഴുതിത്തള്ളാൻ പാർട്ടിക്ക് കഴിയില്ല. തുടക്കഘട്ടത്തിൽ ഒരു തെറ്റുതിരുത്തൽ എന്ന രീതിയിൽ ഒരു സസ്പെൻഷനിലേക്ക് കടന്നിരുന്നു. പക്ഷേ എന്നിട്ടും ഇത് തന്നെ ആവർത്തിക്കുന്ന സ്ഥിതിഗതികളായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനെ മാത്രം ഒരു നടപടി എടുത്ത് കൈകഴുകാൻ കോൺഗ്രസിന് ഒരിക്കലും സാധിക്കില്ല. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആളുകളെ, പൊതുജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കേണ്ടിയിരിക്കുന്നു. ആ സമയം അതിക്രമിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും തന്നെയാണ്. ഏതായാലും ഇന്ന് തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ നമുക്ക് എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് എന്ന് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഏതായാലും KPCC പ്രസിഡന്റിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടിയിരിക്കുന്നു.